നിയമസഭയിൽ പാലായ്ക്ക് പകരം കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ ഒരുങ്ങി ജോസ് കെ മാണി. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മണ്ഡലത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് ജോസ് കെ മാണി. എല്ലാ ദിവസവും ജോസ് കെ മാണിക്ക് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പരിപാടികളുണ്ട്. 11 പഞ്ചായത്തുകളിൽ മിക്ക പഞ്ചായത്തുകളിലും ജോസ് കെ മാണി പര്യടനം നടത്തിക്കഴിഞ്ഞു. വിവിധ പരിപാടികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കൺവെൻഷനുകൾ വിളിക്കുകയാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പാലായേക്കാൾ വിജയ സാധ്യത കടുത്തുരുത്തിയിലാണെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം നടക്കുന്നത്. കടുത്തുരുത്തി മണ്ഡലത്തിൽ സജീവമായ ജോസ് കെ മാണി പഞ്ചായത്തുകൾ തോറുമുള്ള പാർട്ടി ക്യാമ്പയിനുകൾ സജീവമാക്കുകയാണ്. കേരള കോൺഗ്രസിന് ഏറെ സംഘടന ശക്തിയുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി എന്നതാണ് വിലയിരുത്തൽ. അത് പാലായേക്കാൾ കടുത്തുരുത്തിയിൽ കൂടുതലുമാണ്. കടുത്തുരുത്തിയിലെ പ്രവർത്തകർക്ക് ജോസ് കെ മാണി മണ്ഡല മാറ്റത്തിന്റെ സൂചന ഇതിനകം പങ്കുവച്ചു കഴിഞ്ഞു. പ്രവർത്തകർ ഇതിന്റെ ആവേശത്തിലുമാണ്. അങ്ങനെ കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസിലെ കരുത്തരായ 2 പേർ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. ജോസ് കെ മാണിയും മോൻസ് ജോസഫും തമ്മിലുള്ള പോരാട്ടത്തിനാവും കടുത്തുരുത്തി വേദിയാവുക. ഇടതുമുന്നണി നേതൃത്വത്തിന് മേൽ മറ്റൊരു സമ്മർദ്ദം കൂടി ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം നടത്തുന്നുണ്ട്. വന്യജീവി തെരുവുനായ ശല്യം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം ചേർക്കാൻ മുന്നണികൾ മത്സരിക്കുകയാണെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. ഇടതു മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന നിലപാടാണ് ഇപ്പോഴും ജോസ് കെ മാണിക്കുള്ളത്. പക്ഷേ ഇടതു മുന്നണിയിൽ തന്നെ സമ്മർദ്ദം ശക്തമാക്കി കൂടുതൽ സീറ്റുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാങ്ങിക്കൂട്ടുക എന്നുള്ള ഉദ്ദേശവും ജോസ് കെ മാണിക്കുണ്ട്. UDFും BJPയും കേരള കോൺഗ്രസിനെ ഒപ്പം ചേർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇടതു മുന്നണിയിൽ നിർത്താൻ CPMും ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ കേരള കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തിയാലും അതിന് വഴങ്ങുവാനുള്ള സാധ്യതയും CPMനുണ്ട്. വിവിധ മണ്ഡലം കൺവെൻഷനുകളിലും കുടുംബ സംഗമത്തിലും പങ്കെടുക്കുന്ന ജോസ് കെ മാണി ഇതിനൊക്കെയുള്ള സൂചനകൾ നൽകിക്കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിന് പ്രസക്തിയുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട്. ജോസ് കെ മാണിയുടെ പ്രതികരണത്തിലേക്ക്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ UDFന് കേരള കോൺഗ്രസ് അങ്ങോട്ട് ചെല്ലണമെന്നൊരാഗ്രഹമുണ്ട്. ഇവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കേരള കോൺഗ്രസ് ഇവിടെ തന്നെ നിലനിൽക്കണമെന്നൊരാഗ്രഹമുണ്ട്. BJPക്ക് നമ്മളങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ആഗ്രഹമുണ്ട്. മറ്റ് മുന്നണികൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരള കോൺഗ്രസ് തന്നെയാണ്. UDFും BJPയും വല വീശുന്നു എന്നുള്ള കാര്യം ജോസ് കെ മാണി കുടുംബ കൺവെൻഷനുകളിൽ തുറന്നു പറയുകയാണ്. അത് CPMന് മേലുള്ള ഒരു സമ്മർദ്ദം കൂടിയാണ്. അതിനാൽ തന്നെയാണ് മലയോര കർഷകരുടെ പ്രശ്നവും തെരുവുനായ ശല്യവും പരിഹരിക്കുന്നതിന് വേണ്ടി നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി വിവിധ മീറ്റിംഗുകളിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ തന്നെയാണ് കടുത്തുരുത്തി മണ്ഡലം അദ്ദേഹം ലക്ഷ്യമിടുന്നത്. കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി മത്സരിക്കും എന്നുള്ള വ്യക്തമായ സൂചന ഇതിനകം തന്നെ പാർട്ടി അണികൾക്ക് നൽകിക്കഴിഞ്ഞു. ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് അരുൺ ചേരുന്നു. VV അരുൺ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഇക്കാര്യം വ്യക്തമാണല്ലോ, കടുത്തുരുത്തിയിലായിരിക്കും ജോസ് കെ മാണി മത്സരിക്കുക. ഇക്കാര്യം കൃത്യമായിട്ട് അണികൾക്ക് ഓരോ കൺവെൻഷനുകളിലും കുടുംബ സംഗമങ്ങളിലും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ? മിക്ക ദിവസങ്ങളിലും കടുത്തുരുത്തി മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടല്ലോ. പാലായേക്കാൾ ഇപ്പോൾ കൂടുതൽ സംഘടനാ ശക്തിയുള്ള ഒരു മണ്ഡലം കടുത്തുരുത്തിയാണ് എന്നുള്ള ഒരു പ്രതീതി ഇതിനകം തന്നെ ഉണ്ടല്ലോ കേരള കോൺഗ്രസ് എമ്മിന്. മഞ്ജുഷ് ഗോപാൽ, ഒരുപക്ഷെ ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നോക്കൂ, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണ് കുടുംബ സംഗമങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളൊക്കെ പോകാറുള്ളത്. പക്ഷേ ഏതാണ്ട് എല്ലാ പഞ്ചായത്തിലെയും, ഇന്നലെ വെളിയന്നൂർ പഞ്ചായത്തിലായിരുന്നു, അങ്ങനെ മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ 11 പഞ്ചായത്തുകളിലും കുടുംബ സംഗമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവുമായാണ് ജോസ് കെ മാണി വിഭാഗം മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് പ്രാദേശികമായി അത്രയും താഴെ തട്ടിൽ എന്നല്ല, പക്ഷെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കുടുംബ സംഗമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 15,000 വോട്ടിനാണ് ജോസ് കെ മാണി സി കാപ്പനോട് പരാജയപ്പെട്ടത്. ഇത്തവണയും അവിടുത്തെ സാഹചര്യം അത്രയും സേഫ് ആണ് എന്ന് ജോസ് കെ മാണി കരുതുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല,
കൂടുതൽ ശക്തമായ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ, നേരത്തെ പാലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഈ മരങ്ങാട്ടുപള്ളിയും കടപ്പളാമറ്റം പോലെയുള്ള പല പഞ്ചായത്തുകളും കടുത്തുരുത്തിയിലാണ് ഉള്ളത്. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ അണികൾ കൂടുതലായി എമ്മിന്റെ തന്നെ അണികൾ പ്ലസ് വെളിയന്നൂർ പോലെ CPM-ന് സ്വാധീനമുള്ള പല പഞ്ചായത്തുകൾ, ഇങ്ങനെയെല്ലാം ചേർന്നാൽ വിജയം ഉറപ്പാണ് എന്ന് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും കണക്ക് കൂട്ടുന്നതായാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 2016-ൽ 42,000 വോട്ടുകളായിരുന്നു ഒരുമിച്ച് നിന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായ മോൻസ് ജോസഫിന് ലഭിച്ചത്. കഴിഞ്ഞ തവണ സ്റ്റീഫൻ ജോർജ് ആയിരുന്നിട്ട് പോലും കേവലം 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക്, അതായത് ഏതാണ്ട് 38,000 വോട്ടിന്റെ ഇടിവാണ് LDF-ലേക്ക് ഉണ്ടായത്. അതായത് അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് നഷ്ടമായത് എന്ന് കൂടി പറയുമ്പോൾ മനസ്സിലാകും അവിടെ കേരള കോൺഗ്രസ് എം വന്ന ശേഷം ഉള്ള ആ ശക്തി എന്ത് എന്നുള്ളത്. ഈ കണക്ക് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായി ഉയർന്നു വരുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ ദിവസമായി സയൻസ് സിറ്റി കടുത്തുരുത്തിയിൽ ഫലത്തിൽ കോഴായിൽ വന്ന സമയത്ത് ആ മണ്ഡലത്തിലാണ് അതിന്റെ ജോസ് കെ മാണി കേന്ദ്ര സർക്കാരുമായൊക്കെ ഇടപെട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന നിലയിൽ ആ വികസന നായകൻ എന്ന നിലയിലുള്ള ജോസ് കെ മാണിയുടെ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി അടക്കം വേദിയിൽ വലിയ രീതിയിലാണ് അതിനൊരു പ്രചാരം നൽകുകയും ചെയ്തു. ജോസ് കെ മാണിയെ വാനോളം പുകഴ്ത്തുന്നു. ഇപ്പുറത്ത് മോൻസ് ജോസഫും ജോസ് കെ മാണിയും തമ്മിലുള്ള പോര് ഈ വിഷയത്തിൽ തന്നെ ഫലത്തിൽ ഇതിന്റെ ഒരു സ്വന്തം നേട്ടം എന്ന നിലയിൽ അവതരിപ്പിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. അതാണ് സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026-ൽ കേരള കോൺഗ്രസിലെ 2 അധികായന്മാർ എന്ന് തന്നെ നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാവുന്ന ജോസ് കെ മാണിയും മോൻസ് ജോസഫും നേരിട്ട് ഏറ്റുമുട്ടും എന്ന് തന്നെ കരുതേണ്ടി വരും. സംസ്ഥാനം